ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ടതും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ഒരു ചതുപ്പിൽ പെട്ടതുപോലെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ എന്തു ചെയ്താലും എല്ലാം അവസാനം തകർന്നു പോകുകയാണോ? നല്ലൊരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു. എന്തൊക്കെ ചെയ്തിട്ടും അവസാന നിമിഷം ആ അവസരം നഷ്ടപ്പെട്ടു. പണം കയ്യിൽ വരുന്നുണ്ട്, പക്ഷേ മറ്റ് അസുഖങ്ങൾക്കോ പല കാര്യങ്ങൾക്കുമായി ആ പണം ചിലവായി പോകുന്നു. ഉണ്ടാക്കുന്ന പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ. ഇതിനുള്ള കാരണം നിങ്ങളുടെ പോരായ്മ കൊണ്ട് ആണ് എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ ഇതിനെല്ലാം കാരണം ഒരു അദൃശ്യമായ തടസ്സമാണെങ്കിലോ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നിഷേധാത്മക ശക്തിയാണെങ്കിലോ, വിഷമിക്കേണ്ട. ഈ കാര്യങ്ങളെയൊക്കെ മറികടക്കാൻ ചരിത്രത്തിലെ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഒരു രഹസ്യം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, കഠിനമായ രോഗങ്ങളിലൂടെയും ആത്മീയമായ പോരാട്ടങ്ങളിലൂടെയും കടന്നുപോയവർ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഒരു ദൈവിക വെളിപ്പാടായിരുന്നു അത്. ആ വെളിപ്പാടിൻ്റെ ഹൃദയം ലളിതമായ 3 വാക്കുകളാണ്. ഈ വീഡിയോയുടെ അവസാനത്തിൽ ആ 3 വാക്കുകളും അവയുടെ ശക്തികളും നിങ്ങൾ മനസ്സിലാക്കും. ഒപ്പം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന 7 ദിവസത്തെ ഒരു അനുഷ്ഠാനവും ഞാൻ നിങ്ങൾക്ക് നൽകും. ഈ നിഷേധാത്മക ശക്തികളെ പണ്ടുള്ളവർ ശാപം എന്ന് വിളിച്ചിരുന്നു. ഇത് സിനിമയിൽ കാണുന്നത് പോലെ മന്ത്രവാദം ഒന്നും ആകണമെന്നില്ല. പലപ്പോഴും വാക്കുകളിലൂടെയും ചിന്തകളിലൂടെയും തലമുറകളിലൂടെയും കൈമാറി വരുന്ന ഊർജമാണിത്. ഈ ശക്തികൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് ഉറച്ചു നിൽക്കാൻ 3 തൂണുകൾ ആവശ്യമാണെന്നാണ്. ഈ തൂണുകളെ തകർക്കാനായാൽ ഏത് ശാപവും നിലംപരിശാകും. ആ 3 തൂണുകളാണ് ഭയം, കുറ്റബോധം, സംശയം. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഒന്നാമത്തേത് ഭയം. ഇത് നിങ്ങളെ തളർത്തുന്ന ചങ്ങലയാണ്. പുതിയൊരു സംരംഭം തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷേ പരാജയപ്പെട്ടാലോ എന്ന ഭയം നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു. ഭയം നിങ്ങളുടെ കഴിവുകളെ പരിമിതപ്പെടുത്തുകയും അവസരങ്ങളെ ഇല്ലാതെയാക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ തൂൺ കുറ്റബോധം. ഇത് ഭൂതകാലത്തിൻ്റെ ഒരു ഭാരമാണ്. മുൻപ് ചെയ്ത തെറ്റുകളുടെ പേരിൽ നിങ്ങൾ സ്വയം ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനൊരു നല്ല ജീവിതം അർഹിക്കുന്നില്ല എന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്തെങ്കിലും നല്ലത് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ അത് നശിപ്പിക്കാനുള്ള വഴികൾ തേടും. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ സന്തോഷത്തിന് അർഹനല്ല എന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തെയും ഏറ്റവും അപകടകരമായ തൂണാണ് സംശയം. ഇത് നിങ്ങളുടെ വിശ്വാസത്തെ കാർന്നു തിന്നുന്ന ഒരു വിഷമാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സംശയമാകും. നിങ്ങൾക്ക് മറ്റുള്ളവരെ സംശയമാകും. ഏറ്റവും പ്രധാനമായും നിങ്ങൾക്ക് ദൈവത്തെയും പ്രപഞ്ചത്തിൻ്റെ നിയമത്തെയും സംശയമാകും. എനിക്ക് നല്ലതൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേരുറയ്ക്കും. അപ്പോൾ നിങ്ങൾ നിഷേധാത്മകതയെ നിങ്ങൾ സ്വയം വിളിച്ചു വരുത്തുകയാണ്. ഈ 3 തൂണുകളും നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായി നിൽക്കുമ്പോൾ ഏത് ശാപത്തിനും എളുപ്പത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ ഈ തൂണുകളെ എങ്ങനെ തകർക്കും? അവിടെയാണ് ആ 3 വാക്കുകളുടെ പ്രസക്തി. ഭയത്തെയും കുറ്റബോധത്തെയും സംശയത്തെയും ഒരു ഒറ്റ നിമിഷം കൊണ്ട് തകർക്കാൻ കഴിയുന്ന ആ 3 വാക്കുകൾ. സഹോദരങ്ങളെ, ആ 3 വാക്കുകൾ ഇവയാണ്. ഈശോയെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ഇതൊരു സാധാരണ പ്രാർത്ഥനയല്ല, ഇതൊരു വലിയ പ്രഖ്യാപനമാണ്. ഇതിൻ്റെ ഓരോ വാക്കിലും പ്രത്യേകമായ അർത്ഥവും ശക്തിയും ഉണ്ട്. നിങ്ങൾ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ സർവശക്തനായ ദൈവപുത്രൻ്റെ നാമമാണ് ഉച്ചരിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുമടക്കുന്ന നാമം. ആ നാമം വിളിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പോരാട്ടങ്ങളെയും എതിർക്കുന്നത് തനിച്ചല്ല എന്നും ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ കൂടെയുണ്ടെന്നും നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ വിശ്വസിക്കുന്നു എന്നത് ഒരു സാധാരണ വാക്കല്ല, അതൊരു തീരുമാനമാണ്. ഭയത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ വിശ്വാസം തിരഞ്ഞെടുക്കുന്നു. കുറ്റബോധത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ക്ഷമ തിരഞ്ഞെടുക്കുന്നു.
സംശയത്തിന്റെ സ്ഥാനത്ത് നിങ്ങൾ ഉറച്ച ബോധ്യം തിരഞ്ഞെടുക്കുന്നു. ഇതൊരു ആത്മീയ കവചം പോലെയാണ്. നിന്നിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എവിടെയാണ് അർപ്പിക്കുന്നത് എന്ന് നിങ്ങൾ വ്യക്തമാക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം കഴിവിലോ മറ്റുള്ളവരുടെ സഹായത്തിലോ സാഹചര്യങ്ങളിലോ അല്ല, മറിച്ച് എന്തും മാറ്റാൻ കഴിവുള്ള നിങ്ങളെ കൈവിടാത്ത ദൈവത്തിൽ തന്നെയാണ് നിങ്ങളുടെ വിശ്വാസം. ഇനി ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാമെന്ന് നോക്കാം. 7 ദിവസത്തെ വിടുതൽ അനുഷ്ഠാനം. ഒരാഴ്ച ഉറങ്ങുന്നതിന് മുൻപ് എല്ലാ രാത്രിയിലും ഇത് ചെയ്യുക. ഘട്ടം 1. ഒരു പുണ്യവസ്തു എടുക്കുക. ഒന്നുകിൽ ബൈബിൾ, അല്ലെങ്കിൽ ജപമാല, അല്ലെങ്കിൽ കുരിശ്. നിങ്ങളുടെ വിശ്വാസത്തെ നയിക്കുന്ന എന്തുമാകാം. ഘട്ടം 2. ശല്യമില്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തുക. ആദരവോടെ ഇരിക്കുകയോ മുട്ടുകുത്തുകയോ ചെയ്യുക. ഘട്ടം 3. കണ്ണുകളടച്ച് ദൈവ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഓരോ നിമിഷവും ദൈവ സാന്നിധ്യം നിങ്ങളിലേക്ക് വരുന്നതും ഭയവും കുറ്റബോധവും സംശയവും പുറന്തള്ളുന്നതുമായി സങ്കല്പിക്കുക. ഘട്ടം 4. ഇനി ആ വാക്കുകൾ ഉറക്കെ പൂർണ്ണബോധ്യത്തോടെ പ്രഖ്യാപിക്കുക. 3 പ്രാവശ്യം പറയുക. ഈശോയെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ഘട്ടം 5. ശേഷം 1 മിനിറ്റ് നിശബ്ദമായിരിക്കുക. ഒന്നും ചോദിക്കരുത്, ഒന്നും പ്രതീക്ഷിക്കരുത്. ആ സമർപ്പണത്തിൽ, ആ വിശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു കുഞ്ഞ് അമ്മയുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുന്നത് പോലെ ആ നിമിഷത്തിൽ വിശ്രമിക്കുക. 7 ദിവസം ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെട്ടേക്കാം. മനസ്സിലെ ഭാരം കുറഞ്ഞതായി തോന്നാം. അടഞ്ഞുകിടന്ന വാതിലുകൾ പതുക്കെ തുറന്നു വരാം. ഏറ്റവും വലിയ യുദ്ധങ്ങൾ നടക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ നിശബ്ദതയിലാണ്. ഈ 3 വാക്കുകളിലൂടെ ആ യുദ്ധത്തിൻ്റെ ഓരോ തവണയും വിജയിക്കാൻ ശക്തമായ ഒരു ആയുധം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഈ ചങ്ങലകൾ പൊട്ടിക്കാനുള്ള ശക്തി എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളത് ഏറ്റെടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ആത്മീയ സ്വാതന്ത്ര്യം, പുതിയ ജീവിതം ഇന്ന് ആരംഭിക്കുന്നു. സഹോദരങ്ങളെ, ദൈവത്തിൽ മുറുകെ പിടിക്കുന്ന ഓരോ നിമിഷവും ദൈവം നമുക്ക് വലിയൊരു പദ്ധതി ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അത് നമ്മളിൽ നിറവേറണമെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളെ മാറ്റിക്കൊണ്ട് ദൈവ ഇഷ്ടത്തിൽ നാം ചേരുക എന്നതാണ് സത്യം. എന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ സാന്നിധ്യം നമ്മളിലേക്ക് ഇറങ്ങി അത്ഭുതത്തിൻ്റെ വലിയ താക്കോൽ നമുക്ക് സ്വീകരിക്കാൻ ആകുകയുള്ളൂ. അതുകൊണ്ട് നാം ഓരോരുത്തരും ഇന്നു മുതൽ പുതിയൊരു ജീവിതം ആരംഭിക്കുന്നു. ഈ കേട്ട വചനത്താൽ നാം ഓരോരുത്തരും അവിടുന്ന് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും ദൈവം അവിടുന്ന് അനുഗ്രഹിച്ച് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.